കൂടിയും അതിന് നമ്മളെല്ലാവരും ചേർന്ന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവലിയിച്ചുകൊണ്ടുള്ള ചടങ്ങ് തുടരും. ശ്രീ ഭരതൻ അതീവ ഭാഗ്യവാനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതിനൊരു കാരണമുണ്ട്. ഈ ചടങ്ങിൽ എനിക്ക് തോന്നുന്ന ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഏതാണ്ടൊരു 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഉറപ്പായിട്ടും തൃശ്ശൂർ നഗരത്തിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതുവഴിയൊക്കെ പോയിട്ടുണ്ട് പലതാണ്. 4 പതിറ്റാണ്ട് കഴിഞ്ഞ് അവിടെ വന്നിട്ട് അപ്പൊ ഇത്തവണ ഇതിന്റെ ഈ സ്മൃതി സംഘാടകർ ഒന്ന് എന്നെ വിളിച്ചപ്പോൾ എന്തു വന്നാലും ഇത്തവണ തൃശ്ശൂർ പോകണം. തൃശ്ശൂർ എന്റെ മനസ്സിൽ ഇടം പിടിച്ച സ്ഥലമാണ്, കാരണം തന്നെ പറയാം. അങ്ങനെയാണ് ഇവിടെ വന്നത്. വന്നപ്പോൾ തന്നെ സംഘാടകർ വളരെ മാന്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഹോട്ടൽ മുറി ഇരുന്നാൽ മതി, സമയമാകുമ്പോൾ വിളിക്കാം. അത് നല്ല കാര്യം, ഇവിടെ വന്ന് വെറുതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഭരതൻ ഭാഗ്യവനാണെന്നാണ് ആ എഡിറ്റിംഗ് പോയിന്റ് വിട്ടുപോയത്. ഒരു സംഘാടകൻ എൻ്റെ മുറിയിലേക്ക് വന്നു. എന്താണ് ഇങ്ങനെ വിളിക്കാനായിട്ടാണ് അവിടെ ആൾക്കാരൊക്കെ സജ്ജമായി കഴിഞ്ഞു, ഈ താങ്കൾ വന്നാൽ മതി എന്ന് പറയാനാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു കോൾ വന്നു. അപ്പൊ അദ്ദേഹം ഗംഭീരാണ് പറഞ്ഞു, അയാൾ എനിക്ക് എന്താ ബാലേന്ദ്രൻ ഗുണമുണ്ട്, അവിടെ പഴയ സംവിധായകൻ ബാലേന്ദ്രനുണ്ട്. എങ്ങനെ പഴയ സംവിധായകൻ? അതിന് ഞാൻ ശ്രമിച്ചു. അപ്പോ ഞാൻ ഇവിടുത്തെ അവതാരകൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് എല്ലാ പരിപാടിയും കഥാ സംഭാഷണം സമ്മേളനം പോസ്റ്റർ ഒട്ടിപ്പ് വിളമ്പല് ഒക്കെ നടത്തിയിട്ട് 50 വർഷം പൂർത്തിയാക്കിയുള്ള കാലഘട്ടമാണ്. 50 വർഷം ഞാൻ കിളച്ച മണ്ണിന്റെ മണം പോയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതലാണെങ്കിൽ ഞാൻ അഭിനയിച്ചൊരു പടം പ്രതിച്ഛായ 1 വർഷം പോലും അതിൽ വന്നിട്ട്. ഇതിനിടയിൽ ഞാൻ പഴയ സംവിധായകനായി മരിച്ചിട്ട് 28-ാം വർഷവും ഭരതന് ഈ അംഗീകാരം കിട്ടുന്നെങ്കിൽ അത് ഭരതന്റെ ഭാഗ്യമാണോ തൃശ്ശൂർക്കാരുടെ മഹാശ്രയാണോ? എനിക്ക് വിഷമം. ആ സുഹൃത്തുക്കൾ നമ്മുടെ സമൂഹ മനസാക്ഷിയാണ്. ചൂടൻ വിളിച്ച് ഡോക്ടറെ കാണാൻ പോയാൽ ക്യാൻസറാണ്. ഒരു ഫൈനാൻസ് കമ്പനിയുടെ കിണ്ണയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ വലിയ കടത്തിലാണ്, കടമായി കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ. എനിക്ക് ആ പടം വായിച്ചിട്ടില്ല. എനിക്ക് ഓരോ ദിവസം 24 മണിക്കൂർ പോരാട്ടം ചെയ്യുന്നതാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ മനസാക്ഷിയുടെ അവിടെ ഭരതൻ നിൽക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും അസൂയാവണം. ഞാൻ പറഞ്ഞുകൊണ്ടത് യോജിക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഞാൻ പത്രപ്രവർത്തകരായിരിക്കുന്ന സമയത്ത് ഭരതനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് മലയാള സിനിമയിൽ നഷ്ടപ്പെട്ട 2 സംവിധായകർ എന്ന് പറയുന്നത് ഒന്ന് പത്മരാജനും പിന്നൊന്ന് ഭരതനുമാണ്. സ്വന്തമായ ശൈലി, സ്വന്തമായ ഗാനാവിഷ്കരണം, ഇതൊക്കെ ഭരതനെ മുന്നിൽ വലിപ്പിച്ചിട്ടുണ്ട്. ഇത് പഠിപ്പിച്ചത് കൊണ്ട് അതിനുള്ള അംഗീകാരം കിട്ടണമെന്നില്ല ഞാൻ പറഞ്ഞു. അവിടെയാണ് തൃശ്ശൂർക്ക് അദ്ദേഹത്തെ എന്താണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 28-ാം വർഷവും അത് ആഘോഷിക്കുന്നതിന് ഒരിക്കലാണ് ഞാൻ ഈ സംഘാടകരെ ആദരിക്കുന്നത്. പിന്നെ തൃശ്ശൂരിന് ഒരു നല്ല പാരമ്പര്യമുണ്ട്. പണ്ട് കോളേജ് പഠിക്കുമ്പോഴൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ നല്ല നഗരമാണ്, സാംസ്കാരിക കേന്ദ്രം എന്നുള്ളതല്ല, തൃശ്ശൂര് കാണാൻ സൗന്ദര്യമുള്ള പെൺകുട്ടികളുണ്ടെന്നാണ് കൈയടിക്കൊണ്ട് പറഞ്ഞ് സത്യമാണ്. എങ്ങനെയോ തട്ടി മറിച്ചും ഞാൻ കല്യാണം കഴിച്ചു തൃശ്ശൂരുമായി ബന്ധമുള്ള സ്ത്രീയാണ്. അവർ തൃശ്ശൂര് എനിക്ക് വളരെ ബന്ധമുള്ള സ്ഥലമാണ് ഞാൻ പറയാം. പിന്നെ ആലോചിക്കുമ്പോൾ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട സിനിമയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പഴയ പത്രപ്രവർത്തകരാകൊണ്ട് ആലോചിച്ചപ്പോൾ ഒരുപാട് ബന്ധമുള്ള നാടാണ്. അതിന്റെ വേരുകളുണ്ട്. ന്യൂസ് പേപ്പർ പോയി രാംദാസ് ആദ്യത്തെ സ്വർണ്ണം നേടിയ ചിത്രം ചെമ്പി രാമകേട്ട് അവിടെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തിനാ ഒരുപാട് പേര് തൃശ്ശൂര് ജനിച്ചവരും തൃശ്ശൂർ വളർന്നവരും. അപ്പൊ സാംസ്കാരികമായ പാരമ്പര്യം തൃശ്ശൂരുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂട്ടിയെടുത്ത് ഇത്തവണ ഇത്തരത്തിലൊരു സംരംഭം ഉണ്ടാക്കിയിട്ട് അതെനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു പോകുന്നത് എന്നെ സംബന്ധിച്ച് വളരെ 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 സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ വേദിയിൽ തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുമാതിരി പലതായിട്ടും ഈ വേദിയുടെ ബന്ധം എനിക്കുണ്ട്. വിദ്യാലയ മാസ്റ്റർ അച്ചുവേട്ടന്റെ വീട്ടിലെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എങ്ങനെ മറക്കത്തുന്നത് അതിമനോഹരമായ സാഹചര്യം. ഞാൻ അദ്ദേഹത്തിന് പറയാം, ആ പാട്ടിന് മരണമില്ല. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ
ഔസേപ്പച്ചൻ റൊമാൻറ്റിക് ആയിട്ട് കൊടുത്തു. ഔസേപ്പച്ചനാണ് എൻ്റെ ഏറ്റവും ഒടുവിൽ ഞാൻ സംവിധാനം ചെയ്ത സ്ഥലത്തിന്റെ സംഗീത സംവിധാനം. ഈ ഔസേപ്പച്ചനെ ഞാൻ പത്രക്കാരനായിട്ട് കാണുമ്പോൾ സുരസുന്ദരനായിരുന്നു. ഇപ്പൊ എന്റെ നല്ലതല്ല അർത്ഥം. ഇദ്ദേഹം വയലിൻ വായിച്ചുള്ള റൊമാൻറ്റിക് ആയിട്ട് എത്രയോ സ്റ്റുഡിയോകളിൽ റെക്കോർഡിങ്ങിൽ പങ്കെടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതേ പിന്നെയാണ് സംഗീത സംവിധാനിക്കാവുന്നത്. ഇതിനെ ഗോപി കലാമണ്ഡലം ഗോപിദാസനെ ഞാൻ താരതമ്യം ചെയ്യുന്നില്ല, അനുഭവം പറ്റത്തില്ല, കഥകളെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ദീപിക്ക് വേണം അറിയാത്ത കാര്യങ്ങളാണ് ഈ കിട്ടുന്ന രീതിയിലേ പറയാനുള്ളൂ. വർഷങ്ങൾ മുമ്പ് ഒരു പടം പ്രിയദർശൻ എന്നോട് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും, ദീപിക്ക് വേണ്ടി താങ്കൾ അതിന് വഴിയില്ല, പ്രിയം ഡയറക്റ്റ് ചെയ്തു. പക്ഷെ അത് അന്ന് ജാതകവശാൽ മൂല്യം നൽകാതിരിക്കുന്ന സമയമായിരുന്നു. അവിടെ സമയം നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഇരുന്നേനെ. പിന്നെ സിദ്ധാർത്ഥ ഭരതൻ അദ്ദേഹത്തിന്റെ ആദ്യ പടത്തിൽ ഞാൻ സഹകരിച്ചു. അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ രാഘവന്റെ മകനെ ഓർത്തു പോകുന്നു അല്ലേ, അദ്ദേഹം വെച്ചുപോയി ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഒരു ആദ്യ തുടക്കക്കാരൻ ബന്ധം എനിക്കുണ്ട്. പിന്നെ അവാർഡ് വാങ്ങിച്ച 2 പേര്, അവര് എനിക്ക് നിരുപാധികം മാറ്റം തരണം. കാരണം അദ്ദേഹത്തിന്റെ 2 പടം ഞാൻ അന്വേഷിച്ചു. നാളെ ബാലൻ വോട്ടിട്ട് വരുന്നതാണ് ദൗർഭാഗ്യം. ഇന്ദിരാഗാന്ധിക്ക് സംസാരിക്കാൻ അർത്ഥത്തില്ല, തന്നിട്ടില്ല. പിന്നെ ഇപ്പൊ സ്റ്റാക്ലസ് കിട്ടിയ കുട്ടി ഓട്ടോറിറ്റീസ്. പിന്നെ അവസരപ്പിച്ച് നേടുന്ന അവാർഡ് ജയചന്ദ്രൻ പുരസ്കാരം. എന്റെ ദൗർബല്യമായിരുന്നു ജയചന്ദ്രൻ. ഞാൻ പാടാനന്ദ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു ആൽബം ഉണ്ടാക്കി. ഗവൺമെന്റ് ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ ഒരു സാഹസത്തിൽ ഞാൻ പാടും, റെക്കോർഡ് ചെയ്യും. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു, ഞാൻ ഈ പാട്ട് ഒന്ന് വിഷ്വൽ ചെയ്യാൻ പോകണം, ജയനെ സഹകരിക്കാൻ സാധിക്കും. അദ്ദേഹം മദ്രാസിൽ നിന്ന് അതിനെ 10 പാട്ടുണ്ട്. മദ്രാസിൽ നിന്ന് അതിനായിട്ട് ഞാൻ ഭാരതത്തെ പോലെ പാടുന്നു. ജയചന്ദ്രൻ അത് കേട്ട് ആസ്വദിക്കുന്നവർ അഭിനയിക്കുന്നു. അഭിനയം എന്തായാലും അഭിനയമാണ്, ആരും ചെയ്യില്ല. ഇയാൾ പാടുമ്പോൾ ഞാൻ തലയാട്ടേണ്ട ആവശ്യം എന്ന് ചിന്തിക്കുന്ന ഈ പോയേ ഉള്ളൂ. അവിടെ 2 ദിവസം തിരുവനന്തപുരത്ത് താമസിച്ചു. എന്റെ ആ പാട്ട് എപ്പോഴുണ്ട്. എനിക്ക് മാനസികമായ ടെൻഷൻ വരുമ്പോഴേക്ക് ആ പാട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം ചെയ്യാം. പിന്നെ അടുത്ത KPSC-യിലുണ്ട്. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിനകത്ത് തൈര് ഒഴിച്ച് കൈകൊണ്ട് പഠിച്ച് വായി വെള്ളം വരുന്നുണ്ട്. ഇതിലോ ഒരു നല്ല കാന്താര മുളകാണ്, അതുകൊണ്ട് ഞവണം ഞെവിടി കഴിക്കുമ്പോൾ സുഖമാണ് KPSC-യിലെതിരെ അഭിനയം കാണിക്കുന്നത്. ഇനി KPSC-യിലെതിരെ ഇന്നസെന്റ് ഉള്ള ടീം കേരളം മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച ആ ടീമിന്റെ തുടക്കം എന്ന് പറയുന്നത് എന്റെ വിവാഹിതരെ അതിലാണ് ആദ്യമായിട്ട് അറിയാൻ പറ്റുന്നത്. ഇത്രയൊക്കെ ഓർക്കുന്ന അത്രയും പാർലമെന്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ല. പിന്നെ ഈ വേദിയിൽ എനിക്ക് വന്നപ്പോൾ പുതുമുഖങ്ങൾ ഓരോ വർഷങ്ങളിലാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ നന്ദി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാട്ടൻ ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഭരതമുദ്ര സമർപ്പിക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകമായ ഒരു നന്ദി ജ്വല്ലേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. തൃശ്ശൂരിൽ നിന്നും യാത്ര തുടങ്ങിയ ജ്വല്ലേഴ്സിന്റെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ക്യാരക്ടർ